ലോ ഫ്ലോർ എസി ബസ്സുകൾ ഒരു മാസത്തിനുള്ളിൽ കൊച്ചി നഗരത്തിലൂടെ ഓടിത്തുടങ്ങുമെന്ന് കോർപ്പറേഷൻ. എന്നാൽ നഗരത്തിനുള്ളിലൂടെ ആവില്ല ഇവ സർവീസ് നടത്തുകയെന്ന് നഗരസഭാ ഡെപ്യൂട്ടി മേയർ CK മണിശങ്കർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് ലോ ഫ്ലോർ ബസ്സുകൾ നിരത്തിലിറങ്ങിയിട്ടും കൊച്ചിയിൽ വൈകുന്നതിനെതിരെ ഏറെ വിമർശനമുയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരുന്നതുകൊണ്ടാണ് ലോ ഫ്ലോർ ബസ്സുകൾ നിരത്തിലിറങ്ങാൻ വൈകിയതെന്നാണ് കൊച്ചി നഗരസഭ നൽകുന്ന വിശദീകരണം. ഒരു മാസത്തിനുള്ളിൽ 7 ബസ്സുകൾ സർവീസ് തുടങ്ങും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക നഗരസഭായോഗം വിളിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ അറിയിച്ചു. മിനിമം ചാർജ് 10 രൂപയായതിനാൽ ടാക്സി സർവീസുകൾക്ക് പ്രാമുഖ്യമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാവും ഇവ സർവീസ് നടത്തുക. വിമാനത്താവളം, ഇൻഫോ പാർക്ക്, തൃപ്പൂണിത്തുറ, അരൂർ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സാമാന്യം ദൂരമുള്ള റൂട്ടുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശം. December 25 മുമ്പ് ഓടി തുടങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിലൊരു KSRTCക്ക് ആയിരിക്കണം ഇതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവേണ്ടത്. അപ്പൊ SPV രൂപീകരിക്കുന്നത് വരെയുള്ള ഒരു പീരീഡിൽ KSRTC നടത്തട്ടെ. പക്ഷെ ഞങ്ങൾക്ക് കൌൺസിലിനൊക്കെ ഒരു താല്പര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ലോ ഫ്ലോർ AC ബസ്സുകളിലല്ല, മിനി ബസ് സർവീസാണ് സിറ്റിയിൽ ആവശ്യം. പക്ഷെ മിനി ബസ് സർവീസിന് ഈ JNNRM സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ബസ് കിട്ടാനില്ല ഇന്ത്യയിൽ. അങ്ങനെ വരുമ്പോൾ മിനി ബസ് സർവീസ് വരുമ്പോൾ നഗരവാസികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കപ്പെടും. എന്നാൽ സർവീസുകൾ എങ്ങനെ നടത്തുമെന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ബസ് സർവീസ് നടത്താൻ നഗരസഭയ്ക്ക് ഉദ്ദേശമില്ലെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. KSRTCക്കും കോർപ്പറേഷനും സർക്കാരിനും തുല്യ പങ്കാളിത്തമുള്ള കമ്പനി രൂപീകരിക്കാനാണ് ഉദ്ദേശം. ലോ ഫ്ലോർ ബസ്സുകളേക്കാൾ നഗരത്തിനുള്ളിലൂടെ സർവീസ് നടത്താൻ കഴിയുന്ന മിനി ബസ്സുകളോടാണ് നഗരസഭയ്ക്ക് താൽപര്യം. ജവഹർലാൽ നെഹ്റു നഗര നവീകരണ പദ്ധതി വഴി 200 ബസ്സുകളാണ് പ്രതീക്ഷിക്കുന്നത്. മനോരമ ന്യൂസ്.